ചെയ്തുകൂട്ടിയ തോന്നിയാസങ്ങളും കഴിവുകെട്ട ഭരണവും പലതിനെയും കൊണ്ട് മറച്ചുവെക്കാമെന്ന് കരുതി ഒളിച്ചു നടക്കാൻ തുടങ്ങിയതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇപ്പോൾ ദുബായിലാണ്. എന്നാൽ സ്വന്തം പാർട്ടി നേതാവിൽ നിന്ന് തന്നെ ഇരുട്ടടി ലഭിച്ചിരിക്കുകയാണിപ്പോൾ. മസാല ബോണ്ട് തട്ടിപ്പിൽ ED നോട്ടീസ് വന്നതിന് തൊട്ടു പിന്നാലെ ശബരിമല കേസിലും പണിപാളാൻ പോകുകയാണ് ഉറ്റ ചങ്ങാതിയുടെ ഹർജിയിൽ നിന്ന് തന്നെ. അത് താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. അതായത് ശബരിമലയിലെ എല്ലാ തട്ടിപ്പും മോഷണവും നന്നായി അറിയാവുന്ന മുൻ MLA പത്മകുമാർ എന്ന CPM നേതാവ് മോഷ്ടിച്ചവരെ കുറിച്ച് കോടതിക്ക് തന്നെ വ്യക്തമായ റിപ്പോർട്ട് ഹർജിയായി നൽകുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്നും എന്നോടൊപ്പം മോഷണം നടത്തിയ എല്ലാവരും കുടുങ്ങാൻ പോകുകയാണെന്നും പത്മകുമാർ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതോടെ CPMന്റെ ആപ്പീസ് തന്നെ പൂട്ടും എന്നുള്ളൊരു മൊഴിയായി മാറുകയാണിത്. ചെറിയ മൊഴിയല്ല. തിരുവിതാംകൂർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് പത്മകുമാർ എന്ന് നമുക്കറിയാം. അദ്ദേഹം വെറും ഒരു ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് മാത്രമായിരുന്നില്ല, മുൻ MLAയും CPMന്റെ പകരം വെക്കാനില്ലാത്ത നേതാവുമാണ് പത്തനംതിട്ടയിൽ. മോഷണം നടത്തി എന്ന് തെളിഞ്ഞതോടെ ബോർഡിന് വീഴ്ച പറ്റിയതിൽ താൻ മാത്രം എങ്ങനെ പ്രതിയാകുമെന്ന് പത്മകുമാർ ചോദിക്കുമ്പോൾ മോഷണം നടത്തിയെന്ന് സമ്മതിക്കുകയും കൂടെ ഉണ്ടായിരുന്ന കള്ളന്മാരെയെല്ലാം കാട്ടിക്കൊടുക്കുകയുമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. ബോർഡിലെ മറ്റംഗങ്ങൾ അറിയാതെ താൻ ഒറ്റയ്ക്ക് എങ്ങനെ തീരുമാനമെടുക്കുമെന്ന് ചോദിക്കുന്ന പത്മകുമാർ എല്ലാ തീരുമാനത്തിനും കൂട്ടുത്തരവാദിത്വമുണ്ടെന്നും ഉറപ്പിച്ചു പറയുകയാണ്. ഉദ്യോഗസ്ഥർ പിച്ചളപ്പാളികൾ എന്നെഴുതി അത് ചെമ്പുപാളികൾ എന്ന് തിരുത്തുകയാണ് ഞാൻ ചെയ്തത്. ചെമ്പ് ഉപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്നതിനാലാണ് ഇങ്ങനെ എഴുതിയത് എന്ന് അദ്ദേഹം പറയുന്നു. ചെമ്പുപയോഗിച്ചാണ് പാളികൾ നിർമ്മിച്ചത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വർണം എവിടെയെന്നുള്ള ചോദ്യവും ബാക്കിയാകുകയാണ്. അത് തിരുത്തൽ വരുത്തിയെങ്കിൽ അംഗങ്ങൾക്ക് പിന്നീടും അത് ചൂണ്ടിക്കാണിക്കാമായിരുന്നു. ജാമ്യ ഹർജിയിലോ ആണ് പത്മകുമാർ ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത്. സ്വർണം പൂശി എന്ന് പറയുന്ന 1999 യഥാർത്ഥ വസ്തുത 2019 ഇദ്ദേഹം വരുമ്പോഴേക്കും സ്വർണം അവിടെ ഇല്ല എന്നുള്ളത്, അത് കട്ടെടുക്കുകയായിരുന്നു എന്നുള്ളത് പറയാതെ പറയുകയാണ് അദ്ദേഹം. ഏതായാലും ഈ പറഞ്ഞ കാര്യങ്ങൾ അടങ്ങിയ പത്മകുമാർ നൽകിയ ഹർജി നാളെ കൊല്ലം കോടതി പരിഗണിക്കാൻ പോവുകയാണ്. അതോടുകൂടി പത്മകുമാറിനെ പൂട്ടാൻ തന്നെ CPM നീക്കം തുടങ്ങി എന്നാണ് അറിയുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. ഏതായാലും കള്ളന്മാരെ കുറിച്ചുള്ള വ്യക്തമായ വിവരം പത്മകുമാർ നൽകുകയാണ്. അതുകൊണ്ട് പത്മകുമാറിനെ പുറത്താക്കുകയും പിന്നീട് പുറത്താക്കിയതിൻ്റെ ദേഷ്യത്തിലാണ് ഇതൊക്കെ പറയുന്നത് എന്നൊരു ക്യാപ്സൂൾ ഇറക്കുകയും ചെയ്യാം. അതാണ് CPM തീരുമാനം. ഏതായാലും പത്മകുമാർ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത്. താൻ മാത്രം കള്ളനാവണ്ടെന്നും പങ്കുപറ്റിയവർ മുഴുവനും നിയമത്തിന്റെ മുന്നിൽ കുടുങ്ങട്ടെ എന്നും അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു. എന്ത് നടപടി നേരിട്ടാലും തനിക്ക് കുഴപ്പമില്ല എന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചുകൊണ്ട് തന്നെയാണ് പത്മകുമാറിൻ്റെയും നീക്കം. അതിന് തടയിടാൻ ഇനി കഴിയില്ല എന്ന് CPMും ഉറപ്പിക്കുകയാണ്. CPM അതുകൊണ്ട് തന്നെ പത്മകുമാറിനെതിരെ നടപടി എടുക്കുമെന്നുള്ളതും ഉറപ്പിച്ചു കഴിഞ്ഞു. CPM നേതാക്കൾ മോഷ്ടിച്ചു കടത്തിയ സ്വർണ്ണപ്പാളിയും കൊണ്ടു നടന്നാൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ UDFന് വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന് ഗോവിന്ദൻ തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശബരിമല വിഷയത്തിൽ ഉത്തരവാദിയായിരുന്നവർ ആരായാലും പാർട്ടി അവരെ പുറത്താക്കുമെന്ന തീരുമാനത്തിലേക്ക് കടക്കാൻ CPM നിർബന്ധിതരാവുകയാണ്. ഏതായാലും പത്മകുമാർ കള്ളന്മാരുടെ പേരുകളെല്ലാം കോടതിയിൽ ഹർജി മുഖേന പറയുകയാണ്. ശിക്ഷ വാങ്ങാൻ, അത് ഏറ്റുവാങ്ങാൻ പ്രമുഖർ കാത്തു നിൽക്കുകയാണ്. അത് CPMനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇരുട്ടടി തന്നെയാണ് സൂചിപ്പിക്കുന്നത്.